ദൈവം നമുക്ക് നൽകിയ ആയുസ് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവം നമ്മൾക്ക് നൽകുന്ന ഓരോ ശ്വാസവും നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം യിരെമ്യാവ് 3-ാം അധ്യായമാണ്. ഇസ്രായേൽ ചെയ്തു വെക്കുന്ന പാപം നിമിത്തം യഹോവയ്ക്ക് ഇസ്രായേൽ ജനത്തോട് നീരസമുണ്ടായിട്ട് യിരെമ്യാവുമായി ആ വിഷയങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തുന്ന ഒരധ്യായമാണ് യിരെമ്യാവ് 3-ാം അധ്യായം എന്നത്. നാം മുന്നോട്ടുള്ള വാക്യങ്ങളെ പഠിക്കുമ്പോൾ യിരെമ്യാവ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യോശിയ രാജാവിൻ്റെ കാലത്ത് യഹോവയുടെ അരുളപ്പാട്. യഹോവ വളരെ ദുഃഖത്തോടു കൂടി ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ആത്മീയ തലത്തിൽ നിന്നുള്ള മാറിയുള്ള അവരുടെ യാത്രകളെ പഠിച്ചുകൊണ്ട് യഹോവ ഇപ്രകാരം ദുഃഖകരമായ 2 വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട്: വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ എന്നും വിശ്വാസ പാതകിയായ യഹൂദ എന്നും. 2 സഹോദരിമാരായി കണ്ടുകൊണ്ട് ഇസ്രായേലിനെയും യഹൂദയെയും ദൈവം വളരെ ദുഃഖകരമായി വിശേഷിപ്പിക്കുന്ന 2 വാചകങ്ങളാണ് വിശ്വാസ ത്യാഗിനി എന്നും വിശ്വാസ പാതകി എന്നും. ഇത്രത്തോളം വഷളത്വം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇസ്രായേലിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ആദിമകാലത്ത് എപ്രകാരമാണ് ദൈവസന്നിധിയിൽ നിന്നിരുന്നത്, അവരുടെ ജീവിത യാത്രകൾ, വഴികൾ എങ്ങനെയായിരുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം ഏറ്റവും സ്നേഹിച്ചിരുന്ന ജനമാണ് ഇസ്രായേൽ ജനമെന്നത്. ആ ദൈവത്തിൻ്റെ കൂടെ അതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ട ആരാധനകളെ കരയറ്റിക്കൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അവർ സഞ്ചരിച്ച പാപ വഴികളെ കണ്ടപ്പോൾ യഹോവയ്ക്ക് ഒട്ടുമത്, ദൈവം അത്രത്തോളം സ്നേഹിച്ച ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു സ്വഭാവ മാറ്റം വന്നപ്പോൾ ദൈവത്തിന് എത്രമാത്രം വിഷമമുണ്ടായെന്ന് ഈ 2 വാക്കുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മുന്നോട്ടുള്ള ഭാഗങ്ങളെ നാം വായിക്കുമ്പോൾ ഇതിൻ്റെ 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക. അത്രത്തോളം വഷളത്വം നിറഞ്ഞ ജീവിതത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോഴും ദൈവം മനസ്സലിഞ്ഞ്, ദൈവം കരുണയുള്ളവനായി ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപമുഖങ്ങൾ ഉണ്ടായിപ്പോയെങ്കിലും നാം ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറായി കഴിഞ്ഞാൽ, അപ്പം അല്പസമയം നാം നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറായാൽ, നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് നാം ഏത് തെറ്റായിക്കൊള്ളട്ടെ, ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നാണ് നാം വലിയ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്നത്. ആ ചെറിയ തെറ്റുകൾ ചെയ്ത സമയങ്ങളിൽ നാം ദൈവത്തോടൊന്ന് ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നവനായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവനെന്ന്. ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ കോപം നിങ്ങളോട് കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവനെന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയ ദൈവജനമേ, നാം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഓരോ പോക്കുകളെ നാം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ പല പല സംഭവങ്ങൾ ബൈബിളിലെ വാക്യങ്ങളുമായി നമുക്ക് ഉപമിക്കുവാൻ സാധിക്കുന്നുണ്ട്. പല ജീവിതത്തിലെ പല പ്രതിസന്ധികളും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം ആ ഒരു വഴിയിലൂടെ ദൈവത്തോട് കൂടുതൽ സ്തുതിക്കുവാൻ, ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ ഒരു വഴിയായിരിക്കും ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് നാം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒന്ന് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഈ നിമിഷം വന്നാൽ, അല്ലെങ്കിൽ ദൈവം ഈ മാസം വന്നാൽ നാം പോകാൻ ഒരുക്കമുള്ളവരാണോ? ദൈവം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി നാം നിത്യതയ്ക്ക് അവകാശികളാകാൻ ഒരുക്കമുള്ളവരോ ആണ് എന്ന് നമ്മെ തന്നെ നാം ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നാം പ്രാർത്ഥന ജീവിതമുള്ളവരായിരിക്കണം. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒരു നേരം ദൈവത്തിനൊരു നന്ദി പറയുക, അല്ലെങ്കിൽ ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് വളരെ നാം ദൈവത്തിന് കൊടുക്കുന്ന നന്ദി വാചകങ്ങൾ ഒന്നാണ് സ്തോത്രം നമ്മൾ അർപ്പിക്കുന്നത്. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയതിന്, ഇത്രത്തോളം ആയുസ് നൽകിയതിന്, നമ്മുടെ സമപ്രായക്കാർ, നമ്മളിലും പ്രായമേറിയവർ
നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവൾ ഈ ലോകത്ത് നിന്ന് പല മരണം വഴിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ആയുസ് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവം നമ്മൾക്ക് നൽകുന്ന ഓരോ ശ്വാസവും നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിന് വേണ്ടി കൂടുതൽ ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.